ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. പ്രേക്ഷകൻ എന്ന് പറയുമ്പം അതിനെ അറിഞ്ഞവനാണ്. ഇപ്പോൾ ഒരു ചിത്രം, ആ ചിത്രം കാണുന്നതിന് വേണ്ടുന്ന സാമാന്യമായ ഒരു ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പിക്കാസോൻ്റെ ചിത്രങ്ങളൊക്കെ വളരെ സുന്ദരങ്ങളാണ്. അല്ലെങ്കിൽ പല ചിത്രങ്ങളും, പലരുടെ ചിത്രങ്ങളും അതിനെ അതുപോലെ ആസ്വദിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് അതിലെന്താ, വെറും ചായ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തേച്ചതാണ്, അല്ലേ? അങ്ങനെയല്ല. അപ്പം കഥകളി അതുപോലുള്ള പലതും, കൂടിയാട്ടം, ഇതുപോലെ ബാവുൾ സംഗീതം, ബാവുൾ സംഗീതത്തിലൊക്കെ നമ്മളെന്താ ഇതിനൊക്കെ കാര്യമായിട്ട് മുന്നിലിരുന്ന് ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അങ്ങനെ പലതിലും അതിനെ ആസ്വദിക്കാൻ നമ്മുടെ ഉള്ളിൽ ചിലത് സവിശേഷമായി ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആരാകുന്നുള്ളൂ? പ്രേക്ഷകനാകുന്നു. ഏതിൻ്റെ? അപ്പം അത് സവിശേഷമായിട്ടുള്ളതാണ്. അവിടെ അതാണ് പ്രേക്ഷ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പ്രേക്ഷകനുണ്ടാകുന്നത്. പിന്നെയുള്ളത് 11ാമത്തത് ഉപലബ്ധി. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ വഴി പോലെ അറിയുന്നതാണ് ഉപലബ്ധി. സ്ത്രീകൾക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഉപലബ്ധിയാണ്. 2 കാലും 3 എണ്ണവും, ആക്സിലറേറ്ററും ബ്രേക്കും ക്ലച്ചും. പഠിപ്പിക്കുന്ന ആൾ പറയും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടരുത്. അവർ എന്തിനാ സ്വാമി ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ പറയുന്നത് എന്നാണ്. ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ പുകഴ്ത്താനുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എത്രയോ അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ അവർ വണ്ടി ഓടിക്കാറുണ്ട്. ഒരുപാട് പേര് അവർ വണ്ടി ഓടിക്കൽ നിന്നത് ഒരു ദിവസം ഈ ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ അവർ ചവിട്ടി. ഓട്ടോറിക്ഷ ആയിരുന്നു തൊട്ട് മുമ്പ്, അന്ന് നിർത്തിയതാണ്. അപ്പം ഈ 2 എണ്ണം അല്ല 2 കാല് 3 എണ്ണം, ഇത് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. വഴി പോലെ കാര്യങ്ങളെ അറിയാൻ ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ചിലരെ സംബന്ധിച്ച് വഴി പോലെ അറിയുക എന്നുള്ളത്, വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരതിനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി വയ്ക്കും. കാര്യങ്ങൾ ചെയ്യുന്നതിൽ, പറയുന്നതിൽ, ഉൾക്കൊള്ളുന്നത് പെട്ടെന്നാണ്. കാരണം നമ്മൾ അറിയുന്നത്, കുട്ടികൾക്കിത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. എന്ത്? ഉപലബ്ധി. അവർ പോർഷൻസ് പഠിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ അവരെ ഓർത്ത് വയ്ക്കുന്നതും അങ്ങനെയാണ്. ചില കോഡൊക്കെ ഉപയോഗിക്കും ഉള്ളിൽ തന്നെ. നമ്മളൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ചില കോഡുകൾ. അപ്പം അത് വഴി പോലെ അറിയാൻ വേണ്ടിയുള്ളത്. ഉപലബ്ധി, പദാർത്ഥങ്ങളെ വഴി പോലെ അറിയുന്നത് ഓരോന്നും. പിന്നെ ഉള്ളത് പ്രതിപദ്. പ്രതിപജ്ഞാനം. പ്രതിപദ് എന്ന് പറഞ്ഞാലോ തിരിച്ചറിയലാണ് പദാർത്ഥങ്ങൾ. ഇപ്പം സ്വർണം കണ്ടാലും മുക്ക് കണ്ടാലും ഇത് മരമാണോ അതോ സിമെൻ്റാണോ? ചിലതൊക്കെ നോക്കിയാൽ മതി, ചിലരെ സംബന്ധിച്ച് അവർക്കതറിയാം ഇത് ഇന്നതാണ്. അതാണ് പ്രതിപജ്ഞാനം. പിന്നെയുള്ളതോ ചേതന. ചേതന എന്ന് പറഞ്ഞാൽ ഇത് നിമിത്തം അറിവ് പ്രകടമാകും. ചേതന. ഈ ചേതന നഷ്ടപ്പെടുമ്പോഴാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ഓർമ്മ, ഇതൊക്കെ ഇതാണ്. ചേതന അറ്റുപോകുന്നത്, അതിനാണ് ചേതന എന്ന് പറയുന്നത്. അതിലാണ് അത്. ഈ പ്രായം കൂടി വരുമ്പം ചേതന കുറയും, ഓർത്ത് വയ്ക്കാനുള്ള കഴിവ്. അതാണ് ചേതന. ചേതന നോർത്ത് ഇന്ത്യയിൽ പേരാണ് ചേതന, അല്ലേ? ബോംബെയിൽ ഇവിടെ ചേതന എന്ന് കുട്ടികൾക്ക് പേരുണ്ട്. 14ാമത്തത് മേധ. മേധ എന്ന് പറഞ്ഞാൽ മേതൃസംഗതേ. മേധയാണ്, മീറ്റിംഗ് പോയിൻ്റാണ് മേധ. നാട്ടുമാങ്ങ. നമ്മുടെ നാട്ടിലെ നല്ല പാലക്കാടും അവിടെ ഇവിടെയൊക്കെ ചെറിയ മാങ്ങയാണ്. വലിയ മാവിൻ്റെ മരത്തിൽ കാറ്റടിക്കുമ്പം രാത്രി വീണ് കിടക്കുന്നുണ്ടാവും. രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി കളക്ട് ചെയ്ത് എടുക്കാറില്ലേ? നല്ല പഞ്ചസാരയുടെ മധുരമുള്ള, അതിൻ്റെ അണ്ടി തന്നെ വിഴുങ്ങിപ്പോവും, ശ്രദ്ധിച്ചിട്ടില്ലേ?
അങ്ങനത്തെ മാമ്പഴം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അതിൻ്റെ ആ മണവും രുചിയുമൊക്കെ? അതിപ്പോൾ ഒരെണ്ണം സ്വാമി തന്നു കഴിഞ്ഞാൽ അപ്പം ഓർമ്മ വരും. എവിടെയായിരുന്നു ആ രുചി? എവിടെയായിരുന്നു ആ ഗന്ധം? ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് ഈ മേധയിലാണ്, മേതൃ സംഗത. അതിലാണ് ഇതെല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുമ്പോൾ നാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു പാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലരെ കുറിച്ച് പറയും. ആ വേലായുധൻ, തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന ആ വേലായുധൻ ഇപ്പോൾ എവിടെയാണാവോ? നല്ലൊരു മനുഷ്യനായിരുന്നു. ആ വേലായുധൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മണമുണ്ട്. അപ്പം ആ വേലായുധൻ്റെ മണം ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു ഓർമ്മ, ഒരു നമ്മൾ ചെപ്പിൽ ഒതുക്കി വെച്ചിട്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോസ്റ്റ്മാൻ വരുമ്പോൾ ഒരു മണം. ഇങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ മണമുണ്ട്, ഒരു ഗന്ധമുണ്ട്. അപ്പം ഗന്ധമാണെങ്കിലും രുചിയാണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കും. മേതൃ സംഗത, ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ സങ്കല്പം. എന്താണ് സങ്കല്പം? മനോവ്യാപാര വിശേഷ. എനിക്കൊരു സങ്കല്പമുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യണം, ചെയ്യണ്ട, ഇന്നത് ചെയ്യണം, ചെയ്യണ്ട എന്നല്ല, ചെയ്യണം. ചിലരെ സംബന്ധിച്ച് സങ്കല്പമൊന്നുമില്ല. എന്തു സങ്കല്പം? നിറയെ സങ്കല്പങ്ങളുള്ള ആളാണ് APJ. മറ്റുള്ളവർക്ക് സങ്കല്പങ്ങളെ നൽകുന്ന ആളാണ്. ഇവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും, ഒരുപാട് സങ്കല്പങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മളെന്തെങ്കിലും സങ്കല്പങ്ങൾ പറഞ്ഞാൽ പറയാം, അതൊന്നും നടക്കൂല, വേണ്ടാതെ അവിടെ ഇരുന്നോളാൻ. ഏത്? അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരും. അപ്പം സങ്കല്പം എന്ന് പറഞ്ഞാൽ മനോവ്യാപാര വിശേഷ. പിന്നെയോ അവധാനം. ഇതാണ് ടെററിസ്റ്റുകൾക്കുള്ളത്. തദ്ദേക പ്രവണത. ആ ഒന്നിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിലേക്ക് മാത്രം സജ്ജമാകും. ബാക്കിയെല്ലാം അപ്രസക്തങ്ങളാണ്. അതേ ഉള്ളൂ അവർക്ക്, വേറെ ഒന്നുമില്ല. അവർക്ക് മാത്രമല്ല, പലർക്കും ഇതാവശ്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമാണ്, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നു. ഊണും ഉറക്കവും. ഇനി അവരെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തരത്തിലും പുറത്ത് പറയാത്ത വിധത്തിലുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതെന്താണ്? അതിലേക്ക് അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനെ നിറവേറ്റുക മാത്രം, വേറെ എവിടെയും അവർ ഇളകില്ല എന്ന് പറയും. തദ്ദേക പ്രവണത. ചിലർക്ക് അങ്ങനെയാണ്, ഒരു രക്ഷയില്ല അല്ലേ? ചിലരെ കുറിച്ച് പറയുമല്ലോ, അയ്യോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയില്ല. തദ്ദേക പ്രവണത. അതിനെയാണ് അവധാനം എന്ന് പറയുന്നത്. 17-ാമത്തത് ചർച്ച എന്ന് പറഞ്ഞാൽ അധ്യയന പരീക്ഷണേ. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ്. ഈ ചർച്ചയിലൊക്കെ സനകാദികൾ ആക്റ്റീവാണ്. ഇപ്പം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു ഡിസ്കഷൻ നടത്തുന്നു. ഉള്ളിലൊരു ഡിസ്കഷൻ. ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, നിങ്ങളൊരു കാര്യത്തിന് പോകുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിക്കാം, ആ ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയണം. കോടതിയിലൊക്കെ നല്ലൊരു വക്കീലിന് വാദം കേൾക്കുന്നത്, അതുപോലെ പറയുന്നത് ഒക്കെ ഇത് വളരെ ആവശ്യമായിട്ടുള്ള പ്രതിഭാഗത്തിൻ്റെ എങ്ങനെ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യണം. അപ്പോൾ അതെന്തു വേണം? നല്ലൊരു പരീക്ഷണം നടത്തണം, ചർച്ച നടക്കണം. ഇത് നമുക്ക് ആകെ അറിയുന്നത് എന്തെങ്കിലും പറയുമ്പോൾ കരയാനാ, അത് ചർച്ചയല്ല. അത് പിന്നെ സംഖ്യ എന്ന് പറഞ്ഞാൽ വഴി പോലെ അറിയുക, ക്രമമായി. അതായത് ദൃഷ്ടാന്തം, ഉദാഹരണങ്ങൾ, നിഗമനങ്ങൾ, ഇങ്ങനെ മറ്റുള്ളതിനെയും കൂടെ സഹായമായിക്കൊണ്ട് സംഖ്യ. 19-ാമത്തത് തർക്കം എന്ന് പറഞ്ഞാൽ സംശയശിഥിലീകരണേ. സംശയങ്ങളെ ദൂരീകരിക്കുന്ന തർക്കം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അല്ലാതെ നമ്മൾ പിടിച്ചത് അതിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല. മറ്റുള്ളത് കൊണ്ട് നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ പാകത്തിന് നാം സജ്ജമാക്കുക. തർക്കത്തിന് ഒരു അവസരം വേണം. പുറത്തുള്ളവരുമായിട്ടുള്ള തർക്കമല്ല, അകത്തതിന് സ്പേസ് കൊടുക്കണം. ചിലരെ സംബന്ധിച്ച് ഈ തർക്കം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ന്യൂസ് ചാനൽ കണ്ടാൽ മതി,
പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. സ്ത്രീകൾ വിചാരിക്കും എന്താ ഇങ്ങോരിക്ക് ഇതിങ്ങനെ കണ്ടിരുന്നിട്ട്, എന്താ ഇപ്പോൾ സരിതയെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇതിപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോകും, എന്താ ഇപ്പം കാണാൻ മാത്രമുള്ളത്? അവർക്ക് ആ ന്യൂസിൽ ആകെ കാണാനുള്ളത് ഇവൾ ഇന്നലെ എടുത്ത സാരി അല്ലല്ലോ ഇതാ ഇപ്പം ഇന്ന് എടുക്കുന്നത്. ഇതിൽ ഇവർ അഭിപ്രായം, ബാക്കിയുള്ളതിൽ അത്ര അഭിപ്രായം പറയില്ല. ന്യൂസിൽ ഈ തർക്കങ്ങളാണ് കൂടുതൽ, അതിൻ്റെ കൗണ്ടർ പോയിന്റ് പറയുക, അതിൻ്റെ എന്താ പറയുക, അത്തരത്തിലാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കുന്നു? എന്താണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇതുപോലെയുള്ള അതിനനുകൂലവും പ്രതികൂലവുമാക്കിയിട്ട് ജനതയെ തീർക്കുന്നതാണ് ഒരു കൂട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഭാഗവാക്കുകളാകും. അതാണ് നടക്കുന്നത്. പിന്നെ ഉള്ളത് വിചാരണ. ഇതൊന്നും പുറത്ത് നടക്കുന്നതല്ല, അകത്ത് നടക്കേണ്ടത്. വിചാരണ എന്താ ഇവിടെ പറയുന്നത്? പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥം നിർണയിക്കപ്പെടുക. കോർട്ടിൽ നടക്കുന്നതും വിചാരണയാണ്. ചര അസംശയേ, ഇങ്ങനെ തെളിവ്, സാഹചര്യം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് പ്രമാണങ്ങളൊക്കെ നമുക്ക് സ്വീകാര്യമായി. ഇപ്പം രാവിലെ നിങ്ങൾ ഉമ്മറത്ത് നോക്കുമ്പം വെള്ളം, ഒരു കുറേ വെള്ളം കാണും. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താ മഴ പെയ്തിരുന്നു? അപ്പം മഴയായിരിക്കും. മഴയൊന്നുമല്ല എന്ന് വേറൊരാൾ. അതെന്താ മഴയാണെങ്കിൽ അവിടെയൊക്കെ കാണണമല്ലോ. പിന്നെ ഇത് എവിടുന്നാ ഇത്? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ പൈപ്പ് പോകുന്നുണ്ട്, പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. അന്വേഷിച്ചപ്പോൾ സംഗതി ശരിയാണ്. അപ്പോൾ ആ പ്രമാണങ്ങളെ കൊണ്ട് നമ്മുടെ സംശയം ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ ചിന്ത മഴയായിരുന്നു എന്നത്. ഇങ്ങനെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് പ്രമാണങ്ങളും കൂടെ സഹായകമാകുന്നത് എപ്രകാരമാണോ? ചിലരെ സംബന്ധിച്ച് അത് പൈപ്പ് പൊട്ടിയതാണെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല, അത് മഴയാണ്. കാരണം ഇയാളാണല്ലോ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതിന് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. വിചാരണ. 21ാമത്തത് ഊഹ. ഊഹം. ഊഹം എന്ന് പറഞ്ഞാൽ ഊഹവിതർക്കേ എന്ന. ഈ ഊഹത്തിലാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയാണ്, അപ്പൊ അങ്ങനെയല്ലല്ലേ ഊഹം. അപ്പൊ ചിലപ്പോൾ ചിലർ പറയും നീ ദയവ് ചെയ്ത് വിചാരിക്കാതിരിക്കും, നീ വിചാരിച്ചതാണല്ലോ ഇതിനു മുമ്പ് പ്രശ്നമായത്. അല്ല ഞാൻ വിചാരിച്ചു, നീ അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ അതിന് അങ്ങനെയാണോ ഇങ്ങനെയാണോ രണ്ട് ചാൻസ് ഉണ്ട്. അത് ഭൂതമാണോ അതോ കുറ്റിയാണോ, ഇങ്ങനെ രണ്ടിലും നിൽക്കുന്നതാണ്. പിന്നെ അടുത്തത് വിജിഗിത്സ. വിജിഗിത്സ സ്ത്രീകൾക്ക് കൂടുതലുള്ളതാണ്, പുരുഷന്മാർക്ക് വളരെ കുറവാണ് വിജിഗിത്സ. എന്താ വിജിഗിത്സ? സന്ദേഹ നിശ്ചയ സമ്മിശ്രവും. ഇപ്പം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് ഇവിടുന്ന് പോയി ദൂരെ പോയി പഠിക്കുന്നു, പൂനെ പോയി അവിടെ പഠിക്കുകയെന്നിരിക്കട്ടെ, ഹോസ്റ്റലിൽ ആക്കി. അപ്പം നിങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട് ഹോസ്റ്റലിൽ കാണാൻ. ഹോസ്റ്റലിന് സൗകര്യമുണ്ട്, കൂട്ടുകാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ക്യാൻറ്റീൻ ഭക്ഷണം കാര്യങ്ങളെല്ലാം കണ്ടതാണ്, ബോധിച്ചതാണ്. പക്ഷേ മകളെയോ ആക്കി ഇങ്ങോട്ട് പോന്നു. ഇവിടുന്ന് ഈ അമ്മയ്ക്ക് വീണ്ടും ഒരു എന്താണ് പറയുക, വിജിഗിത്സ. എന്താ വിജിഗിത്സ? അവൾക്ക് ഭക്ഷണം പിടിക്കുമോ, അവൾക്ക് ഉറക്കം ശരിയാവുമോ, ആകെ കൂടെ ഒരു വിഷമം. എന്നാൽ ഇങ്ങോർക്കതുണ്ടോ? ഇല്ല. അപ്പം ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാവും. പുരുഷന് സവിശേഷമായിട്ടുള്ളതും സ്ത്രീക്ക് സവിശേഷമായിട്ടുള്ളതും ഇല്ലാത്തതും ഒക്കെ അറിയണം. അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഈ വിചികിത്സ കൂടുതൽ ഉണ്ടാവാൻ കാരണം? ഇതാണ് രാമായണത്തിൽ, തുളസി രാമായണത്തിൽ ഈ ഒരു വിചികിത്സ, വിഭീഷണന് വിചികിത്സ ഉണ്ടായി എന്നാ പറയും. അത് എന്തിൽ നിന്നാ? സന്ദേഹത്തിൽ നിന്ന്. എന്തായിരുന്നു വിഭീഷണന്റെ വിചികിത്സ എന്നാണെങ്കിൽ, രാമന് രഥമുണ്ട്, രാവണന് രഥമില്ല. തുളസി രാമായണത്തിൽ ആ ഭാഗം വളരെ നന്നായി പറയും. വിഭീഷണ ഗീതയിൽ രാവണു ബിരത രഘുബീര, രാവണു രഥ ബിരത രഘുബീര ദേക്കി വിഭീഷണ ഭയ അധീര അധിക പ്രീതി മന സന്ദേഹ. സന്ദേഹം.
വിചികിത്സയും സന്ദേഹവും. അധിക പ്രീതി മന എന്ന് പറഞ്ഞാൽ മകനോട് അല്ലെങ്കിൽ മകളോടുള്ള അധികമുള്ള പ്രീതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് അച്ഛനില്ല എന്നല്ല, പക്ഷെ ഇവർക്കത് കൂടുതലാണ്. അപ്പം ഈ ഭർത്താവിന്, ഈ അച്ഛന് ഇവരോട് പറയേണ്ടുന്നത് ആകെ ഇതാണ്: നിനക്ക് അവളോട് അല്ലെങ്കിൽ അവനോട് കൂടുതൽ സ്നേഹവും ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ട്, എനിക്കും അതില്ല എന്നല്ല. ആ സ്നേഹക്കൂടുതൽ കൊണ്ട് നിനക്ക് തോന്നുന്നതാ എന്ത്? അവൾക്ക് അവിടെ ശരിയാവോ ശരിയാവില്ലേ എന്നൊക്കെ. നമ്മൾ പോയി കണ്ടതല്ലേ, പിന്നെ എന്താ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പക്ഷെ പകരം നമ്മൾ എന്താ പറയാന്നറിയും? ഒന്നുകിൽ ഇവർ പറയാം, അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അവളുടെ കാര്യത്തിൽ എന്ന്. അപ്പോൾ ആള് വേറെ ഒന്ന് പറയും. പിന്നെ അതാ ഈ സംഘർഷം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വേണ്ടോന്ന് ഇവിടെ ഇരുത്താം പോരെ. ഞാനിപ്പോൾ അതല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താ അവിടെ വേറെ മനുഷ്യന്മാരൊന്നും ഇല്ലേ? പിന്നെന്താ ഇവക്ക് മാത്രം ഒരു പ്രത്യേകത? പക്ഷെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, എടോ പ്രിയേ, പ്രിയ എന്നല്ല ഭാര്യയുടെ പേരെങ്കിലും വിളിക്കാം അങ്ങനെ. എടോ പ്രിയേ, നിനക്ക് ഈ അധിക പ്രീതി മനസന്ദേഹ, അധിക പ്രീതിയിൽ നിന്നുണ്ടായതാ. എനിക്കതില്ല എന്നല്ല, നിനക്കത് കൂടുതലാണ്, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, നടന്നോളും. അപ്പം ചിലത് സവിശേഷമായിട്ടുണ്ട്. വിചികിത്സ. 23-ാമത്തത് സംശയ. ഇത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒന്ന്, സംശയം. ഉഭയകോടിയിലിരിക്കുന്നതെന്ന് പറയും. രണ്ടിലും ഇങ്ങനെ. ഒരാൾ ചിരിച്ചാൽ പോലും സംശയം, ഇതെന്തിനാ അവർ ചിരിച്ചത്? നമ്മളൊന്ന് നന്നായി നോക്കും, ശരിയായിട്ടില്ല, എന്താ അവർ ചിരിച്ചത്? അവർ നിങ്ങൾ പരിചയമൊന്നുമില്ല, അവരങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഇങ്ങനെയാണോ ചിരിക്കുക? എന്താ അതൊക്കെ നിനക്ക് തോന്നും? അങ്ങനെയൊന്നുമല്ല. നോക്കി എൻ്റെ മുഖത്തൊന്നും കണ്ണെഴുതി ശരിയായില്ലേ നോക്ക്. ഇപ്പൊ സംശയം, എന്തിന് ചിരിച്ചു? ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മളോടാണോ ചിരിച്ചത് അതോ വേറെ ആളോടാണോ ചിരിച്ചത്? പലതിലും നമുക്ക് ഈ സംശയം, ഉഭയകോടിയിലിരിക്കുന്നതിനെയാണ് സംശയം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉള്ളിലെ തലങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ അതാണ്, എല്ലാം മനസ്സല്ല. സംശയ. സന്ദേഹ. സന്ദേഹം നേരത്തെ പറഞ്ഞുവല്ലോ, അധിക പ്രീതി മന സന്ദേഹ. ദ്വാപര. ദ്വൗപരോ. ഈ ദ്വാപര യുഗത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. ദ്വാപരം എന്ന് പറഞ്ഞാൽ രണ്ട്. ദ്വൗപരോ യസ്യ അന്ത. ദ്വാപരാന്ത്യത്തിൽ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ അവസാനത്തിലാണ് ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ ആ സമയത്ത് കാണാം. ദ്വാപരം എന്ന് പറഞ്ഞാൽ രണ്ടിലും നിൽക്കുന്നത്. അത് വേണോ ഇത് വേണോ? കുട്ടികൾക്ക് ഈ +2 കഴിഞ്ഞാൽ ഇവർ രണ്ടിലും നിൽക്കും. അതിൽ പോണോ ഇതിൽ പോണോ? അതിന് അച്ഛനും അമ്മയും ഇതേപോലെയാണ്, രണ്ടിലും നിർത്തും പിള്ളേരെ. നിർണയം എന്ന് പറഞ്ഞാൽ നിങ്ങ് പ്രാപണയെന്ന ബുദ്ധിയുടെ അപ്പുറത്തേക്കുള്ളതാണ് നിർണയം. നിർണയിക്കുക എന്ന് പറഞ്ഞാൽ സിദ്ധാന്തങ്ങളൊക്കെ നിർണയങ്ങളാണ്. സിദ്ധാന്തം ഇതിൽ വരുന്നുണ്ട്, നിർണയത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. നിർണയിക്കപ്പെടും. വേദാന്തം നിർണയമാണ്, ബുദ്ധിയുടെ മറുകരയാണ്. സയൻസിൽ, ശാസ്ത്രത്തിലൊക്കെ നിർണയമാണ്. ബോധിക്കപ്പെട്ട സംഗതികൾ നിർണയിക്കപ്പെടും. നിർണയം. 27-ാമത്തതാണ് സിദ്ധാന്ത. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആലോചനയുടെ മറുകരയാണ്. സിദ്ധാന്തമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം. പലതും സിദ്ധാന്തവത്കരിക്കും. അത് ആലോചനയുടെ പാരമ്യമാണ്, എക്സ്ട്രീമാണ്, സാധ്യതയാണ്. നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് സിദ്ധാന്തം. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വലിയൊരു കട്ടി കൂടിയ പുസ്തകം എന്നല്ല, ആലോചനയുടെ മറുകര, പാരമ്യം, സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്, ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇത് മാത്രം ഇല്ലാതിരിക്കട്ടെ, ബാക്കിയൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല. സിദ്ധാന്തം കഴിഞ്ഞാൽ അടുത്തതാണ് ബുദ്ധി. മറുകര എത്തുന്നതിന് പകരം ബുദ്ധി ഇളകിപ്പോവും. ആ ഇളകുന്നതിനെയാണ് ഭ്രാന്തി എന്ന് പറയും. ഭ്രാന്തി. അവിടെയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഗുരു അനിവാര്യമായി വരുന്നത്.
അതുകൊണ്ട് ഗുരുവിലൂടെ അല്ല ഇത് പോകുന്നതെങ്കിൽ ഭ്രാന്ത് ഉറപ്പ് എന്നല്ല, അതിന് സാധ്യതയുണ്ട്. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, ചിലരെ കുറിച്ച് പറയുന്നത് എന്താ, ഇയാൾ പഠിച്ചിട്ട് ഭ്രാന്തായതാന്ന് പറയും. കാരണം മറുകര എത്തിയതില്ല, ഇളകിപ്പോയി, ഇടയിൽ ഇളകി. നല്ല സ്കോപ്പുള്ളൊരു സാധനം ഇത്. അതുകൊണ്ട് ഉറങ്ങിക്കോളൂ, പ്രശ്നം വരുമ്പോൾ തലയൊന്ന് ഇളക്കി ഉറങ്ങുക. നല്ല ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ശരിയായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് ചിലപ്പം എന്താ പറയുക, ഇളകിപ്പോവും. അപ്പം എന്താവും, ഭ്രാന്ത് വരും, ഭ്രാന്തി. ഇതിൻ്റെ ഒരവസ്ഥയാണ്, സാധ്യതയാണ്. ചിലപ്പം നമ്മൾ പറയുമല്ലോ, എനിക്ക് ഭ്രാന്ത് വരുന്നു അല്ലേ, ആ അവസ്ഥയിലേക്ക് വരിക നമ്മൾ. കാരണം നമ്മളെ ചിലതിങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ്, നീ ഒന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ അല്ലേ, പറയാറില്ലേ നിങ്ങൾ? ഇതൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ബോംബെയിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ബോംബെയിലാണെങ്കിൽ പാഗൽ മത് ബനാവോ യാർ അല്ലേ, പാഗൽ എന്നല്ലേ പറയാ അല്ലേ? അതെ, തോടാ ജാനത്തെ. അപ്പൊ ഭ്രാന്ത് ചില സമയത്ത് നമ്മൾ അതിലേക്ക് വീഴും. അപ്പൊ നമ്മൾ കുട്ടികളോട് തന്നെ പറയും, മോനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട, അച്ഛൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. കാരണം എന്ത് കിട്ടിയാലും എടുത്ത് എറിയാണ്. ടി വിയുടെ റിമോട്ട് ഒരൊറ്റ 2 കഷ്ണം, അത് ഇളകുകയാണ്. നേരെയായാൽ ശരിയായി, അത് അമ്മയ്ക്കറിയാം എങ്ങനെ നേരെയാക്കണം. മുറിയിലേക്ക് വിളിക്കും, 1 മിനിറ്റ്. പിന്നെ ഏതോ ഒരു സിനിമയിലുണ്ട്, സുകുമാരി നെടുമുടിയിനെ വിളിക്കും, 1 മിനിറ്റ്. പിന്നെ പുറത്തേക്ക് വരുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ഭ്രാന്തി. 29 അംഗീകാരഃ. ഇതൊക്കെ പുരുഷന് വളരെ അനിവാര്യമായിട്ടുണ്ടായിരിക്കേണ്ടതും എന്നാൽ കുറവുമാണ്. അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ഞാൻ ഭർത്താവായി എന്നത്. അത് കഴിഞ്ഞ് കുട്ടിയുടെ അച്ഛനായി കഴിഞ്ഞാൽ തനിക്കൊരു അംഗീകാരമുണ്ട്. ഈ ആളുടെ അമ്മ ചോദിക്കുക, എന്താണെടാ നിനക്ക് ഈ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നുള്ളൊരു ചിന്തയില്ലല്ലോ, അവളുടെ ഭർത്താവാണെന്നുള്ളൊരു ചിന്തയില്ലല്ലോ, എന്താ നീ ഇങ്ങനെ? കാരണം അംഗീകരിച്ചിട്ടില്ല പലപ്പോഴും. അപ്പോൾ ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ നാം സ്വീകരിക്കാതിരിക്കുന്നത്, അതേപോലെ സ്വീകരിക്കുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി, ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ, MP, MLA, മന്ത്രി, ഇതൊക്കെ അംഗീകാരങ്ങളാണ്. അതിനെ നമ്മളും കൂടെ എന്തു വേണം? സ്വീകരിക്കണം. അപ്പം അങ്ങനെ ഓരോന്നുണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്. അംഗീകാര. ഏൽക്കാത്തത് ഏൽക്കൽ, അതാണ് അംഗീകാരം. പിന്നെ പറയും പ്രതിശ്രവ. പ്രതിശ്രവ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഏറ്റെടുക്കുക. മറ്റുള്ളവരൊന്നും പറയണമെന്നില്ല. ഇപ്പോൾ റോട്ടിലൊരാൾ വീണു, ഉടനെ നമ്മൾ നേരിട്ട് ഏറ്റെടുക്കും. ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ നോക്കും ആരെങ്കിലും എടുക്കുന്നുണ്ടോ. അവർക്ക് അങ്ങനെ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല. ചിലരങ്ങനെയല്ല, എല്ലാവരുടെ കാര്യത്തിലും ഇതേപോലെ ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രതിശ്രവം, നേരിട്ട് ഏൽക്കാത്തത് ഏൽക്കുക. പ്രതിശ്രവ. 31 ജ്ഞാനം, അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മോക്ഷവിഷയകമായ ബുദ്ധി. 32 മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ സംസാര നിവർത്തി ആണ് മുക്തി. ജ്ഞാനം വേറെ, മുക്തി വേറെ. മോചനം നമ്മൾ ഇനിയും പഠിക്കും, അത് മുക്തി. 33 കൈവല്യം ഒക്കെ കേട്ടിട്ടുണ്ടാവും. കേവലോ നിർഗുണശ്ച എന്ന് പറയും കൈവല്യം. കൈവല്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സംബന്ധം കൂടാത്ത കേവലമായ എന്താ ആ ജ്ഞാനാനുഭവം ആണ് കൈവല്യം, കേവലാവസ്ഥ. മറ്റൊന്നിനാൽ സംബന്ധിക്കാത്തത്. 34 നിർവാണം.
ഇത് വിഷുവിന് വിടുന്ന ഏതെങ്കിലും പ്രത്യേക വിധത്തിലുള്ള ഒരു വാണമല്ല. നിർവാണം എന്ന് പറഞ്ഞാൽ താപത്രയോന്മൂലനം. ത്രിവിധ ദുഃഖങ്ങളെ ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികങ്ങളായി എല്ലാ ദുഃഖത്തിൻ്റെയും നിവർത്തി ആണ് നിർവാണം. 35 ശ്രേയ, പ്രശംസിക്കപ്പെട്ടതിനെ സ്വീകരിക്കുന്നത്. യ ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഈ ശ്രേയസ്സിനെയാണ്.